ഹായ് നമസ്കാരം, പെബിൾസിലേക്ക് സ്വാഗതം. രാമായണം ക്വിസിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, രാമായണം നിർമ്മിക്കുവാൻ വാത്മീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ്? രാമായണം നിർമ്മിക്കുവാൻ വാത്മീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം ബ്രഹ്മാവ്. അടുത്ത ചോദ്യം, ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ്? ആദികവി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വാത്മീകി. അടുത്ത ചോദ്യം, വാത്മീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ്? വാത്മീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം രത്നാകരൻ. അടുത്ത ചോദ്യം, രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗത്തിലാണ് രാമകഥ നടന്നത്. രാമായണ കഥ ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത്? രാമായണ കഥ ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? ഉത്തരം മഹാവിഷ്ണു. അടുത്ത ചോദ്യം, വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 24,000. ശ്രീരാമന് അഗസ്ത്യഹൃദയ മന്ത്രം ഉപദേശിച്ചത് ആരാണ്? ശ്രീരാമന് അഗസ്ത്യഹൃദയ മന്ത്രം ഉപദേശിച്ചത് ആരാണ്? ഉത്തരം അഗസ്ത്യ മുനി. അടുത്ത ചോദ്യം, തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ്? തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ്? ഉത്തരം കമ്പ രാമായണം. അടുത്ത ചോദ്യം, അധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? അധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? ഉത്തരം 7 കാണ്ഡങ്ങളാണ് അധ്യാത്മരാമായണത്തിലുള്ളത്. അധ്യാത്മരാമായണത്തിലെ 7 കാണ്ഡങ്ങൾ ഏതെല്ലാമാണ്? 1 ബാലകാന്ഡം, 2 അയോധ്യാകാന്ഡം, 3 ആരണ്യകാന്ഡം, 4 കിഷ്കിന്ധ്യാകാന്ഡം, 5 സുന്ദരകാന്ഡം, 6 യുദ്ധകാന്ഡം, 7 ഉത്തരകാന്ഡം. ഇവയാണ് 7 കാണ്ഡങ്ങൾ. വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? ഉത്തരം 6 കാണ്ഡങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. അടുത്ത ചോദ്യം, ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്ത്? ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം ദശരഥൻ. ദശരഥന്റെ പിതാവിന്റെ പേരെന്ത്? ദശരഥന്റെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം അജ മഹാരാജാവ്. അടുത്ത ചോദ്യം, ദശരഥ മഹാരാജാവിന്റെ രാജ്യം ഏത്? ദശരഥ മഹാരാജാവിന്റെ രാജ്യം ഏത്? ഉത്തരം കോസലം. അടുത്ത ചോദ്യം, കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഏത്? കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം അയോധ്യ. ദശരഥന്റെ പത്നിമാർ ആരെല്ലാം? ദശരഥന്റെ പത്നിമാർ ആരെല്ലാം? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര. അടുത്ത ചോദ്യം, ദശരഥ പത്നിമാരിൽ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു? ദശരഥ പത്നിമാരിൽ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു? സുമിത്ര. സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം? സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ ആരെല്ലാം? ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ ആരെല്ലാം? ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇവരായിരുന്നു ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ. ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു? ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു? ഉത്തരം ശത്രുഘ്നൻ. രാവണന്റെ പിതാവിന്റെ പേര് എന്ത്? രാവണന്റെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം വിശ്രവസ്. രാവണന്റെ മാതാവിന്റെ പേരെന്ത്? രാവണന്റെ മാതാവിന്റെ പേരെന്ത്? ഉത്തരം കൈകസി. അടുത്ത ചോദ്യം,
ശ്രീരാമസേനയിലെ വൈദ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ശ്രീരാമസേനയിലെ വൈദ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുഷേണൻ. അടുത്ത ചോദ്യം, രാവണന്റെ ദൂതനായ ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ്? രാവണന്റെ ദൂതനായ ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ്? ഉത്തരം അഗസ്ത്യ മുനി. അടുത്ത ചോദ്യം, ശ്രീരാമന്റെ വില്ലിന്റെ പേര് എന്താണ്? ശ്രീരാമന്റെ വില്ലിന്റെ പേര് എന്താണ്? ഉത്തരം കോദണ്ഡം. അടുത്ത ചോദ്യം, ദശരഥ പുത്രന്മാരുടെ ജാതകം, നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു? ദശരഥ പുത്രന്മാരുടെ ജാതകം, നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു? ഉത്തരം വസിഷ്ഠൻ. അടുത്ത ചോദ്യം, ദശരഥ മഹാരാജാവിന്റെ പുത്രിയുടെ പേര് എന്തായിരുന്നു? ദശരഥ മഹാരാജാവിന്റെ പുത്രിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ശാന്ത. അടുത്ത ചോദ്യം, ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു? ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു? ഉത്തരം ഋഷ്യ ശൃംഗ മഹർഷി. അടുത്ത ചോദ്യം, ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു? ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു? ഉത്തരം കൗസല്യ. ഭരതന്റെ മാതാവ് ആരായിരുന്നു? ഭരതന്റെ മാതാവ് ആരായിരുന്നു? ഉത്തരം കൈകേയി. അടുത്ത ചോദ്യം, കൈകേയി ഏതു രാജ്യത്തെ രാജാവിന്റെ പുത്രിയായിരുന്നു? കൈകേയി ഏതു രാജ്യത്തെ രാജാവിന്റെ പുത്രിയായിരുന്നു? ഉത്തരം കേകയം. അടുത്ത ചോദ്യം, ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു? ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു? ഉത്തരം ശ്രീരാമൻ. അടുത്ത ചോദ്യം, മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? ഉത്തരം ഭരതൻ. സുദർശന ചക്രത്തിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? സുദർശന ചക്രത്തിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? ഉത്തരം ശത്രുഘ്നൻ. ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? ഉത്തരം ലക്ഷ്മണൻ. അടുത്ത ചോദ്യം, വനവാസവേളയിൽ സീതാരാമ ലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു? വനവാസവേളയിൽ സീത രാമ ലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു? ഉത്തരം ശൃംഗിവേരം. ശൃംഗിവേരം എന്ന രാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു? ശൃംഗിവേരം എന്ന രാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു? ഉത്തരം ഗുഹൻ അഥവാ നിഷാദ രാജാവ്. മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ആര്? മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ആര്? ഉത്തരം ബ്രഹ്മാവ്. അടുത്ത ചോദ്യം, രാവണൻ സീതാ അപഹരണത്തിന് എത്തിയത് ആരുടെ വേഷത്തിലാണ്? രാവണൻ സീതാ അപഹരണത്തിന് എത്തിയത് ആരുടെ വേഷത്തിലാണ്? ഉത്തരം സന്യാസിയുടെ. രാവണന് ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? രാവണനു ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പുഞ്ചികസ്ഥല എന്ന അപ്സരസിനെ അവിഹിതമായി മോഹിച്ചത്. അടുത്ത ചോദ്യം, ലങ്കാപുരിയുടെ കാവൽക്കാരനായ ലങ്കാലക്ഷ്മിയോട് ഒരു നാൾ ഒരു വാനരനോട് ഇടികിട്ടുമെന്നും അന്ന് ലങ്കയിലെ ദാസ്യപ്പണിയിൽ നിന്നും മോചനം ലഭിക്കുമെന്നും പറഞ്ഞത് ആര്? ലങ്കാപുരിയുടെ കാവൽക്കാരിയായ ലങ്കാലക്ഷ്മിയോട് ഒരു നാൾ ഒരു വാനരനോട് ഇടികിട്ടുമെന്നും അന്ന് ലങ്കയിലെ ദാസ്യപ്പണിയിൽ നിന്നും മോചനം ലഭിക്കുമെന്നും പറഞ്ഞത് ആര്? ഉത്തരം ബ്രഹ്മാവ്.
അടുത്ത ചോദ്യം, കാനനയാത്രയിൽ സീതാരാമ ലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആര്? കാനനയാത്രയിൽ സീതാരാമ ലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആര്? ഉത്തരം ഭരദ്വാജൻ മഹർഷിയെ. അടുത്ത ചോദ്യം, മകരാക്ഷസനെ കൊന്നത് ആരാണ്? മകരാക്ഷസനെ കൊന്നത് ആരാണ്? ഉത്തരം ശ്രീരാമൻ. ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ്? ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ്? ഉത്തരം അശോകവനത്തിൽ. അടുത്ത ചോദ്യം, ഇന്ദ്രന്റെ തേരാളി ആരായിരുന്നു? ഇന്ദ്രന്റെ തേരാളി ആരായിരുന്നു? ഉത്തരം മാതലി. അടുത്ത ചോദ്യം, മോക്ഷപ്രാപ്തിക്കുള്ള 3 സാധനായോഗങ്ങൾ ഏതൊക്കെയാണ്? മോക്ഷപ്രാപ്തിക്കുള്ള 3 സാധനായോഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അടുത്ത ചോദ്യം, ശിവന്റെ കയ്യിലുള്ള വില്ലിന്റെ പേര് എന്താണ്? ശിവന്റെ കയ്യിലുള്ള വില്ലിന്റെ പേര് എന്താണ്? ഉത്തരം കോദണ്ഡം. അടുത്ത ചോദ്യം, ശ്രീരാമന് വൈഷ്ണവ ചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ്? ശ്രീരാമന് വൈഷ്ണവ ചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ്? ഉത്തരം അഗസ്ത്യ മുനി. അടുത്ത ചോദ്യം, വിഭീഷണന്റെ പത്നിയുടെ പേര്? വിഭീഷണന്റെ പത്നിയുടെ പേര്? ഉത്തരം സരമ്മ. അടുത്ത ചോദ്യം, ജാംബവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു? ജാംബവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു? ഉത്തരം ബ്രഹ്മാവിൽ നിന്ന്. അടുത്ത ചോദ്യം, അക്ഷകുമാരനെ വധിച്ചത് ആര്? അക്ഷകുമാരനെ വധിച്ചത് ആര്? ഉത്തരം ഹനുമാൻ. അടുത്ത ചോദ്യം, സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചതാര്? സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചതാര്? ഉത്തരം ശബരി. അടുത്ത ചോദ്യം, വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ആരാണ്? വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ആരാണ്? ഉത്തരം ശ്രീരാമൻ. അടുത്ത ചോദ്യം, ചിരഞ്ജീവിയായ സമ്പാദി ആരാണ്? ചിരഞ്ജീവിയായ സമ്പാദി ആരാണ്? ഉത്തരം ജടായുവിന്റെ സഹോദരൻ. അടുത്ത ചോദ്യം, എഴുത്തച്ഛന്റെ രാമായണ കൃതിയുടെ പേര് എന്താണ്? എഴുത്തച്ഛന്റെ രാമായണ കൃതിയുടെ പേര് എന്താണ്? ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അടുത്ത ചോദ്യം, ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ്? ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ്? ഉത്തരം രാവണന്റെ പുത്രനാണ് ഇന്ദ്രജിത്ത്. മാതംഗ മഹർഷി ബാലിയെ ശപിച്ചതെന്ത്? മാതംഗ മഹർഷി ബാലിയെ ശപിച്ചത് എന്ത്? ഋഷ്യമൂകാചലത്തിൽ പ്രവേശിച്ചാൽ ബാലി മരിക്കുമെന്നാണ് മാതംഗ മഹർഷി ബാലിയെ ശപിച്ചത്. അടുത്ത ചോദ്യം, കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു? കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം നളന്റെ നേതൃത്വത്തിലായിരുന്നു അത്. വിശ്വകർമാവിന്റെ പുത്രനാണ് നളൻ. അടുത്ത ചോദ്യം, ബാലികേറാമല എന്നറിയപ്പെട്ടിരുന്ന പർവ്വതം ഏത്? ബാലികേറാമല എന്നറിയപ്പെട്ടിരുന്ന പർവ്വതം ഏത്? ഉത്തരം ഋഷ്യമൂകാചലമാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ധൂമ്രാക്ഷനെ വധിച്ചത് ആരാണ്? ധൂമ്രാക്ഷനെ വധിച്ചത് ആരാണ്? ഉത്തരം ഹനുമാൻ. അടുത്ത ചോദ്യം, രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ്? രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ്? ഉത്തരം ഹനുമാൻ. രാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ്? രാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ്? ഉത്തരം ചന്ദ്രയോഗമുള്ള അത്തം നക്ഷത്രം നാൾ. അടുത്ത ചോദ്യം, സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര്? സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര്?
ഉത്തരം മാരീചൻ. അടുത്ത ചോദ്യം, രാവണന്റെ അമ്മാവന്റെ പേരെന്ത്? രാവണന്റെ അമ്മാവന്റെ പേരെന്ത്? മാല്യവാൻ. രാമസീത ദമ്പതിമാരുടെ പുത്രന്മാർ ആരെല്ലാം? രാമസീത ദമ്പതിമാരുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ലവനും കുശനും. അടുത്ത ചോദ്യം, ശ്രീരാമന്റെ പത്നി. ശ്രീരാമന്റെ പത്നിയുടെ പേര്? സീത. ലക്ഷ്മണന്റെ പത്നിയുടെ പേരെന്ത്? ഉത്തരം ഊർമിള. ശത്രുഘ്നന്റെ പത്നിയുടെ പേര്? ശത്രുഘ്നന്റെ പത്നിയുടെ പേര്? ശ്രുത കീർത്തി. അടുത്ത ചോദ്യം, ഭരതന്റെ പത്നിയുടെ പേര്? ഭരതന്റെ പത്നിയുടെ പേര്? ഉത്തരം മാണ്ഡവി. അടുത്ത ചോദ്യം, പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിനു കാവലായി നിന്ന പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിന് കാവലായി നിന്ന പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? ഉത്തരം ജടായു. അടുത്ത ചോദ്യം, ബാലിയുടെ രാജ്യം ഏതാണ്? ബാലിയുടെ രാജ്യം ഏതാണ്? കിഷ്കിന്ധ. അടുത്ത ചോദ്യം, ത്രയംബകം ആരാണ് സമ്മാനിച്ചത്? ത്രയംബകം ആരാണ് സമ്മാനിച്ചത്? ഉത്തരം ശിവൻ. അടുത്ത ചോദ്യം, രാവണൻ പുഷ്പക വിമാനം ആരിൽ നിന്നാണ് കൈക്കലാക്കിയത്? രാവണൻ പുഷ്പക വിമാനം ആരിൽ നിന്നാണ് കൈക്കലാക്കിയത്? വൈശ്രവണിൽ നിന്നാണ് രാവണൻ പുഷ്പക വിമാനം കൈക്കലാക്കിയത്. ദശരഥന്റെ വംശപരമ്പര ഏതാണ്? ദശരഥന്റെ വംശപരമ്പര ഏതാണ്? ഉത്തരം മനുവിന്റെ വംശപരമ്പര. അടുത്ത ചോദ്യം, ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയ അഹല്യക്ക് ശാപമോക്ഷം നൽകിയത് ആര്? ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയ അഹല്യക്ക് ശാപമോക്ഷം നൽകിയത് ആര്? ഉത്തരം ശ്രീരാമൻ.